കയറിയിട്ട് പോവാടാ. ഒത്തു കിട്ടിയ നിന്റെ കാമുയെ കുറച്ചു നേരം വായി നോക്കി നിൽക്കാലോ. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് സീത പറഞ്ഞപ്പോൾ ഹരിയുടെ മുഖം വിളറി. അവൻ ഒന്നും മിണ്ടാതെ തല തടവി. കാമുകന് നാണം വന്നു. അത് ചോദിച്ചതും സീത അവൻ്റെ നടപ്പുറം നോക്കി ഒറ്റ അടി വെച്ചു കൊടുത്തു. ഓ! ഹരി പുളഞ്ഞുപോയി. സീത ആ തക്കത്തിന് കുറച്ച് മാറി നിന്നു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടൂട്ടോ. അവൾ കണ്ണുരുട്ടി. ഓ ഓ! സീതയെ അത് പരമാവധി പുച്ഛിച്ചു. കേറിപ്പോ, ഇരുട്ടി തുടങ്ങി. ഹരി ഓർമ്മിപ്പിച്ചു. നീ ശരിക്കും കയറുന്നില്ലേ? സീത ചോദിച്ചു. ഇല്ലടി, ഇപ്പോൾ തന്നെ വൈകി. ചെന്നിട്ട് വേണം ഭദ്രയുടെ അടുത്തേക്ക് പോകാൻ. കഴിഞ്ഞ വരവിന് തന്നെ പോയി കണ്ടില്ലെന്ന് പരാതിയുണ്ട് അവൾക്ക്. ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ പെങ്ങളാണ് ഭദ്ര. എന്നാ ശരി, നീ വിട്ടു. സീത കൈവീശി കാണിച്ചു. ഹരി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സീത തിരിഞ്ഞു നടന്നു. ഡി! അവൻ വീണ്ടും വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. നീ പേടിക്കണ്ട. നിന്റെ വിശ്വപ്രണയം ഞാൻ പറഞ്ഞിട്ടല്ല നിന്റെ പെണ്ണ് അറിയേണ്ടത്. അത് പറയാൻ യോഗ്യത നിനക്ക് മാത്രമേ ഉള്ളൂ ഹരി. അത്രയും പവിത്രമാണത്. സീത പറഞ്ഞു. ഹരി ഹൃദയം നിറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അത് പറയാൻ തന്നെയായിരുന്നു അവൻ വിളിച്ചതും. ഇന്നെന്താ പതിവില്ലാതെ ഒരു സ്നേഹം? പിറകിൽ കൂടി കൈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സീതയുടെ നേരെ നോക്കി പാർവതി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ചുമ്മാ, എനിക്കെന്താ, എൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ചൂടെ? സീത ചുണ്ടു ചുളുക്കി. ലോട്ടറി വല്ലതും അടിച്ചോ പെണ്ണെ? ഇത്രയും സന്തോഷം. അവളുടെ മുഖത്ത് കാണുന്ന തിളക്കം കണ്ടിട്ട് തന്നെയായിരുന്നു പാർവതി അങ്ങനെ ചോദിച്ചത്. ഉവ്, ഒരു ലോട്ടറി അടിച്ചു. പക്ഷെ എനിക്കല്ല, നിനക്ക്. സീത പാർവതിയെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു. അമ്പലത്തിൽ പോയി വന്നപ്പോൾ നിനക്കെന്താ, ഭ്രാന്ത് പിടിച്ചോ? പാർവതി കണ്ണുരുട്ടി. സീത ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അവളെ പിടിവിട്ടു മാറി. അന്നത്തെ ദിവസം മുഴുവൻ അവളിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. പലവട്ടം പാർവതിയുടെ കണ്ണിൽ സംശയങ്ങൾ പൂക്കുന്നത് കണ്ടിട്ടും സീത ആ അവസ്ഥയിൽ നിന്നും മാറാൻ ആഗ്രഹിച്ചില്ല. കണ്ണനെ വിളിച്ചെന്ന് പറയാൻ അവൾക്കുള്ളം തുടി കൊട്ടി. പക്ഷേ അത് താൻ പറഞ്ഞു കേൾക്കുമ്പോൾ അവനിൽ വിരിയുന്ന സന്തോഷങ്ങൾക്ക് സാക്ഷിയാവണം എന്നൊരു മോഹം അതിനേക്കാൾ ശക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സീത വളരെ പണിപ്പെട്ടാണ് തുടിക്കുന്ന മനസ്സിനെ ഒതുക്കി പിടിച്ച് ഉറങ്ങാൻ കിടന്നത്. പിറ്റേന്ന് വെളുപ്പിന് പതിവില്ലാതെ തിടുക്കം കാണിക്കുന്ന അവൾക്ക് നേരെ വീണ്ടും പാർവതിയുടെ നോട്ടം കൂർത്തു. ശ്രീനിലയത്തിലെത്തുമ്പോൾ ഹൃദയമിടിപ്പ് പുറത്ത് കേൾക്കും പരുവത്തിലായിരുന്നു. താൻ വിളിച്ചില്ലെങ്കിലും കണ്ണന് വിളിച്ചേക്കുമെന്ന് വെറുതെ തോന്നിയിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കണ്ണുകൾ വന്നപ്പോൾ മുതൽ കാത്തു നിൽക്കുന്നവനെ തിരഞ്ഞോടിയിറങ്ങിക്കഴിഞ്ഞു. മുത്തശ്ശി എന്തൊക്കെയോ ചോദിക്കുന്നതിന് ഉത്തരം കൊടുത്തു. പതിവ് പോലെ ജോലികൾ ചെയ്യുന്നു. അപ്പോഴൊക്കെയും മനസ്സിൽ കണ്ണനെന്താ കൺമുന്നിൽ കടന്നു വരാത്തത് എന്നുള്ള ചോദ്യമായിരുന്നു. അനാവശ്യ ചിന്തകൾ മത്സരിച്ചെത്തി ശ്വാസം മുട്ടിച്ചു. ഒന്നിനും വയ്യാത്ത പോലെ പലപ്പോഴും സീത തളർന്നു തൂങ്ങി. ഊണും കഴിഞ്ഞ് മുത്തശ്ശി ഇച്ചിരി നേരം മയങ്ങാറുണ്ട്. നീയും ഒന്ന് നടു നിവർത്തിക്കോ മോളെ? സ്വന്തം കിടക്കയിലേക്ക് ചായും മുന്നേ അവർ സീതയെ ഓർമ്മിപ്പിച്ചു. വെറുതെ ഒന്ന് തലയാട്ടി എന്നല്ലാതെ സീത കിടന്നില്ല. മനസ്സിലൊരുവൻ കുരുങ്ങിക്കിടക്കുന്നു. പുറത്തെ മൂടിക്കെട്ടിയ ആകാശം പോലെ. അതിനേക്കാൾ ഉരുണ്ടുകൂടിയ മനസ്സിൽ അസ്വസ്ഥതയുടെ നീർമുളകൾ. തിരിച്ചുപോയോ ഇനി? യാതൊരു സാധ്യതയുമില്ലാഞ്ഞിട്ടും ആ ചോദ്യം ഉള്ളുരുകാൻ പാകത്തിന് അവളെ നോവിച്ചു. പോയിരുന്നുവെങ്കിൽ മുത്തശ്ശി തീർച്ചയായും അത് പറഞ്ഞിരുന്നേനെ. ഇതിപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചോദിക്കാനൊരു മടി. എന്തും ചോദിക്കാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം തന്നിട്ടും ഇന്ന് വരെയും അതൊരിക്കലും അനാവശ്യമായി ഉപയോഗിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നൊരാശ്വാസമുണ്ട്. അതില്ലാതെയാക്കാൻ തോന്നിയില്ല. ഇനി വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണോ? കൈകളിൽ വീണ്ടും ഫോൺ തടഞ്ഞു. ഇതുകൂടെ ചേർത്ത് ഇന്നേരം വരെയും ഈ ചിന്തയിൽ ഫോൺ എടുത്ത് നോക്കിയത് 10-20 പ്രാവശ്യമായിട്ടുണ്ടാകും. സ്വന്തം പ്രവർത്തനം അവളെ തന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. മേശയിലേക്ക് തലവെച്ച് കിടന്നിട്ട് സീത വെറുതെ ഒന്ന് കണ്ണടച്ചുറങ്ങാൻ ശ്രമിച്ചു. ചാരിവെച്ച വാതിൽ തള്ളി തുറന്നുകൊണ്ട് കിതപ്പോടെ കണ്ണൻ കയറി വന്നപ്പോൾ സീത ഞെട്ടിപ്പോയി. ഹായ്! കിതപ്പടക്കിക്കൊണ്ടവൻ നടുവിന് കൈക്കുത്തി നിന്നിട്ട് അവളെ നോക്കി. മുത്തശ്ശി ഉറങ്ങിയോ? കിടക്കയിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന മുത്തശ്ശിയെ നോക്കി കണ്ണൻ ചോദിച്ചു. ഒന്ന് മൂളാൻ കൂടി കഴിയാത്ത വിധം ഒരു സങ്കടം സീതയെ പൊതിഞ്ഞു നിന്നിരുന്നു. എന്തിനെന്നോ ഏതിനെന്നോ അറിയാത്തൊരു സങ്കടം. കണ്ണൻ്റെ കണ്ണുകൾ വീണ്ടും അവളെ തേടിയെത്തി. ടൗണിൽ പോയതാ, അവിടെ പെട്ടുപോയി. അവളുടെ മുഖത്തെ പരിഭവം കണ്ടിട്ടായിരുന്നു കണ്ണൻ അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും തെളിയാത്ത മുഖത്തേക്ക് നോക്കി അവൻ ചിരിച്ചു. കണ്ണൻ സീതയുടെ അരികിലെത്തി. വാ! അവളുടെ കയ്യിൽ പിടിച്ചു. സീത ആ കൈകൾ കുടഞ്ഞു മാറ്റി. അപ്പോഴും അവന് ചിരിയാണ്. ആ, പിണങ്ങല്ലേ, എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ ദുർഗാലക്ഷ്മിക്ക്?
വീണ്ടും അവൻ ആ കൈ പിടിച്ചു. എനിക്കാരോടും പിണക്കൊന്നുമില്ല, സീത അവനെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞു. പിന്നെ എന്തിനീ മസിൽ പിടുത്തം? കണ്ണൻ അവളെ നോക്കി പുരികം പൊക്കി. താൻ വിളിക്കുന്നിടത്തൊക്കെ വരാൻ ഇയാൾ എൻ്റെ ആരാ? സീതയുടെ സ്വരം മുറുകി. വാ, അറിയില്ലെങ്കിൽ അതാദ്യം പറഞ്ഞു തരാം. ഇപ്രാവശ്യം കണ്ണൻ്റെ പിടുത്തം അല്പം മുറുകി. വിട്ടേ കണ്ണേട്ടാ, ഞാൻ എങ്ങും വരുന്നില്ല ഇപ്പോൾ. ഇതുവരെയും ഞാൻ മര്യാദക്കാണ് നിന്നെ വിളിച്ചത്. ഇനിയും ഇടഞ്ഞു നിൽക്കാനാണ് മോളുടെ ഉദ്ദേശമെങ്കിൽ എടുത്തു പൊക്കി കൊണ്ടുപോകും ഞാൻ. ഇടഞ്ഞ കണ്ണേട്ടൻ മഹാപിശക, മോളത് മറക്കണ്ട. കണ്ണൻ മീശയും പിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. പറയാനുള്ളത് ഇവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ കേട്ടോളാം, സീത പറഞ്ഞു. അപ്പോൾ മോൾക്ക് എൻ്റെ ചുമലിൽ കയറി പോവാനാണ് താല്പര്യം. അതങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരെ? കണ്ണേട്ടൻ കൊണ്ടുപോകില്ലേ? കണ്ണൻ സീതയുടെ കൈവിട്ടിട്ട് മുണ്ടൊന്ന് മടക്കി കുത്തി. അവൻ്റെ ആ ഭാവത്തിൽ സീതയൊന്ന് പതറിപ്പോയിരുന്നു. മുത്തശ്ശി എഴുന്നേക്കും, സീത പെട്ടെന്ന് പറഞ്ഞു. 1 മണിക്കൂർ മുത്തശ്ശി ഉച്ചയ്ക്ക് മയങ്ങാറുണ്ട്. അതെനിക്കറിയാമെൻ്റെ സീതാലക്ഷ്മി. കണ്ണൻ ചുണ്ട് കടിച്ച് പിടിച്ചുകൊണ്ട് പുരികം പൊക്കി. പ്ലീസ്, പെട്ടെന്ന് തിരിച്ചു വരാം, വാ. പിന്നെയും എന്തോ പറയാൻ ഒരുങ്ങിയവൾ അവൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ തടഞ്ഞു വീണു. വീണ്ടും അവൾക്ക് എന്തെങ്കിലും പറയും മുന്നേ ആ കയ്യും പിടിച്ചുകൊണ്ട് കണ്ണൻ പുറത്തു വശത്തെ മുറ്റത്തേക്കിറങ്ങി നടന്നിരുന്നു. എങ്ങോട്ടേക്കായി പോകുന്നേ? സീത ചോദിച്ചു. മിണ്ടാതെ വാ, തട്ടി വീഴലേ, കണ്ണൻ ഓർമ്മിപ്പിച്ചു. കൂറ്റൻ മരങ്ങൾക്കിടയിൽ കൂടിയുള്ള ചെറിയൊരു നടപ്പ് വഴിയിൽ കൂടിയാണ് അവൻ പിടിച്ചുകൊണ്ടു പോകുന്നത്. കണ്ണേട്ടാ, എങ്ങോട്ടായി പോണത്? അത് പറയാതെ ഞാൻ വരില്ല. സീത വിളിച്ചു ചോദിക്കുന്നത് കേൾക്കാത്ത പോലെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ധൃതിയിൽ നടക്കുന്ന അവനെ നോക്കി അവൾ പല്ല് കടിച്ചു. വഴിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന കാട്ടുചെടികളെ കണ്ണൻ ഒരു കൈകൊണ്ട് ഒതുക്കി അവൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ കൂടി ഇത്തിരി മാത്രം എത്തി നോക്കുന്ന അരണ്ട വെളിച്ചം നിറഞ്ഞ വിജനമായ വഴി. സീത പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ വീട് ഒത്തിരി ദൂരെയാണ്. ഹരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് മനസ്സിൽ വെച്ച് കൊല്ലാൻ കൊണ്ടുവന്നതാണോ ഇനി ഈ കിണ്ണൻ? ആ ചിന്ത പേടിപ്പെടുത്തുന്നതിന് പകരം അവൾക്ക് ചിരിയാണ് പകർന്നു നൽകിയത്. അസ്വസ്ഥത നിറഞ്ഞ തൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണെന്ന് കൂടി സീത അറിഞ്ഞു. ഏതൊക്കെയോ കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടായിരുന്നു, സീത ഓർത്തു. അല്ലെങ്കിലും പ്രകൃതിയെ ആസ്വദിക്കാനൊക്കെ സീതാലക്ഷ്മിക്ക് എവിടെയായിരുന്നു നേരം? എന്നും ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നല്ലോ. ഡി, കണ്ണന് വിളിച്ചപ്പോൾ അവൾ അവനെ നോക്കി. ഒരു കാലത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമായിരുന്നു ഇവിടം. ഇപ്പോൾ ആരും യൂസ് ചെയ്യാതെ മൊത്തം കാട് പിടിച്ചു പോയി. സീതയുടെ കൈവിട്ടുകൊണ്ട് കിതപ്പോടെ തന്നെ കണ്ണൻ പറഞ്ഞു. വിയർപ്പ് തുള്ളികൾ നിറഞ്ഞ അവൻ്റെ മുഖത്ത് നിറഞ്ഞു കാണുന്ന സന്തോഷം പതിയെ അവളിലേക്കും പടർന്നു. കൊള്ളാവോ? അവൻ ചിരിയോടെ പുരികം പൊക്കി അവളെ നോക്കി. മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന കുളം കരിങ്കല്ല് കൊണ്ട് ഭംഗിയിൽ കെട്ടിപ്പടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള നീളമുള്ള പടിക്കെട്ടുകൾ, തെളിഞ്ഞ വെള്ളത്തിൽ ചുറ്റുമുള്ള മരങ്ങൾ, നിഴൽ വ്യക്തമായി കാണുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ കൂടുതൽ സമയവും ഇവിടെ വന്നിരിക്കും. ഈ കരയിലിരുന്ന് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കൊപ്പം അമ്മയും വന്നിരിക്കും. ആവേശത്തിൽ പറഞ്ഞു തുടങ്ങിയവൻ ഇടറിപ്പോയിരുന്നു. നിനക്കിഷ്ടായോ സീതാലക്ഷ്മി? ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നില്ലേ ഇവിടെ? അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. സീത അവനെ നോക്കിയൊന്ന് തലയാട്ടി. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നോ? സീത അതിശയം വിട്ടുമാറാതെ അവനെ കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി. മുത്തശ്ശിയുടെ മുറിയല്ലാതെ നീ ഇവിടെ വേറൊന്നും കണ്ടിട്ടില്ലല്ലോ അതിന്. അവനും ചിരിച്ചു. സീത വീണ്ടും ചുറ്റും കണ്ണോടിച്ചു. എന്തോ വല്ലാത്തൊരു സന്തോഷം അവളെ ഒന്നാകെ പൊതിയുന്നുണ്ട്. സ്വയം മറന്നു നിൽക്കുന്നവളെ നിമിഷ നേരം കൊണ്ട് കണ്ണൻ വലിച്ചടിപ്പിച്ചുകൊണ്ട് അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിലിടിച്ച് നിന്നുപോയവൾ. സീത ഞെട്ടി വിറച്ചുപോയി അവൻ്റെ ആ പ്രവൃത്തിയിൽ. ഹരി എന്തു പറഞ്ഞു? കാതിൽ വളരെ പതുക്കെ അവൻ്റെ ചോദ്യം. അവൾക്ക് പൊള്ളും പോലെ തോന്നി. തിരിഞ്ഞു നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണൻ മുറുകെ പിടിച്ചതുകൊണ്ട് അനങ്ങാൻ കൂടി വയ്യ. പറ. എനിക്ക് ശ്വാസം മുട്ടൽ സഹിക്കാൻ വയ്യൻ്റെ സീതാലക്ഷ്മി. വീണ്ടും അവൻ കാതിൽ പറഞ്ഞു. സീതയുടെ കൈകളും അവനെ ചുറ്റിപ്പിടിച്ചു. കണ്ണൻ്റെ കൈകളിൽ മുറുക്കി. അവനെന്നെ ഇഷ്ടമാണ്. ഒരുമിച്ച് ജീവിക്കാൻ എൻ്റെ സമ്മതം വേണമെന്ന്. അത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ പറഞ്ഞത് സീതാലക്ഷ്മി? കണ്ണൻ അവളുടെ തോളിലേക്ക് താടി മുട്ടിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. എനിക്ക് അവനെയാണല്ലോ ഇഷ്ടം. വിക്കിക്കൊണ്ടാണെങ്കിലും സീത അങ്ങനെയാണ് പറഞ്ഞത്. ഇനി ഞാനെൻ്റെ സ്നേഹം എന്ത് ചെയ്യണം? കണ്ണൻ വീണ്ടും അവളുടെ കാതിൽ ചോദിച്ചു. സീത ഒന്നും മിണ്ടിയില്ല.
തൊട്ടടുത്ത നിമിഷം കണ്ണൻ അവളുടെ കവിളിൽ അമർത്തി കടിച്ചു. വേദനയല്ല തോന്നിയത്, ദേഹം മൊത്തം ധരിച്ചതുപോലെ. സീത ഒരു നിമിഷം സ്റ്റെക്കായി പോയിരുന്നു. കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെൻ്റെ സീതാലക്ഷ്മി. ചിരിയോടെയാണ് കണ്ണൻ്റെ പറച്ചിൽ. അവൻ അവളെ അവന് നേരെ തിരിച്ചു നിർത്തി. കണ്ണൻ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടിട്ട് അവൾക്കൊരു പരവേശം തോന്നി. ഹരിക്ക് പാറുവേച്ചിയാണ് ഇഷ്ടം കണ്ണേട്ടാ, എന്നോട് പറഞ്ഞു. സീത നേർത്തൊരു ചിരിയോടെ അവനോട് പറഞ്ഞു. അവനൊരു നെടുവീർപ്പോടെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. എനിക്കത് തോന്നിയിരുന്നു, കണ്ണൻ ചിരിയോടെ പറഞ്ഞു. ഓഹോ, പിന്നെ എന്തിനായിരുന്നു ഇത്രയും ടെൻഷൻ? സീത അവനെ നോക്കി കണ്ണുരുട്ടി. ടെൻഷൻ? സ്നേഹത്തെ പേടിക്കണം സീതാലക്ഷ്മി. എനിക്കിനി താനില്ലാതെ വയ്യെന്ന് തോന്നി. പിന്നെ എന്നേക്കാൾ മുന്നേ ഹരിയെ അറിയുന്നവളല്ലേ നീ. നിന്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെ സഹായിച്ചവനാണ് ഹരി. കണ്ണനൊന്ന് നിർത്തിയിട്ട് സീതയെ നോക്കി. അവൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചു നിൽപ്പാണ്. അവൻ്റെ കണ്ണിൽ ഞാൻ കണ്ട സൗഹൃദത്തിൽ മായം കലർന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എനിക്കൊരു ശ്വാസം മുട്ടൽ, നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്നുള്ള ഓർമ്മപ്പെടുത്തൽ പോലെ. എനിക്ക് അത്രയും ഇഷ്ടമാണെൻ്റെ സീതാലക്ഷ്മി നിന്നെ. സീതയുടെ മുഖത്തൊരു സൂര്യൻ ഉദിച്ചതുപോലെ. ഈ സന്തോഷം, ഈ സ്നേഹം, ഇത് നേരിട്ട് കാണിക്കാനാണ് ഇന്നലെ മുതൽ കൊതിച്ചു നടന്നിരുന്നത് മുഴുവനും. പക്ഷേ എനിക്കിപ്പോഴും ഹരിയെയാണ് ഇഷ്ടം. സീത കണ്ണനോടുള്ള സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുമ്പോഴും പറഞ്ഞു. ഇതിങ്ങനെ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കാന്ന് നിനക്ക് വല്ല നേർച്ചയുണ്ടോടി പെണ്ണെ? കണ്ണൻ അവളെ തൊട്ടരികിലെ മരത്തിൽ ചേർത്ത് നിർത്തി. കൈകൾ കൊണ്ടവൻ അവൾക്കൊരു ലോക്ക് തീർത്തു. അവൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ നീ എന്നെ ഓർത്തിരുന്നോ? മൃദുവായി അവൻ ചോദിച്ചു. സീത ശ്വാസം പിടിച്ച് നിന്നുപോയി. അത്രയും തൊട്ടരികിലാണ് അവൻ. ആ നോട്ടം നേരെ ചെന്ന് നിൽക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഹരിയോടാണ് ഇഷ്ടം മുഴുവനുമെങ്കിൽ ഞാൻ പിന്നെ ആരാ നിനക്ക്? കണ്ണൻ ഒന്നുകൂടി അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. പറഞ്ഞതാ, എൻ്റെ ജീവനെപ്പോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അത് നിന്നെ അറിയിക്കുന്നുമുണ്ട്. ഇനി എനിക്ക് പറഞ്ഞതാ, ഈ നെഞ്ചിൽ ഞാനുണ്ടോ എന്ന്. കുഞ്ഞൊരു ചിരിയോടെ ആർദ്രമായി ചോദിക്കുന്നവൻ. ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ മായാവലയത്തിൽ പെട്ടതുപോലെ സീത നിശ്ചലയായി. ഏയ്! കണ്ണൻ പതിയെ അവളുടെ കവിളിൽ തട്ടി. ഐസ് പോലെ തണുത്തുറഞ്ഞതുപോലെ കവിളിൽ അവൻ്റെ കയ്യിലെ ചൂട് അരിച്ചു കയറി. എൻ്റെ അല്ലേ? വിരൽ കൊണ്ട് അവളുടെ മുഖത്ത് തലോടി കണ്ണൻ ചോദിച്ചു. അറിയാതെ തന്നെ അവൾ തലയാട്ടിപ്പോയി. ആരും അറിയാതെ നമുക്ക് ഒളിച്ചോടിയാലോ? നിന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. കണ്ണൻ അവൻ്റെ നെഞ്ചിൽ ഇടിച്ചുകൊണ്ട് പറയുമ്പോൾ സീത ചിരിച്ചു പോയി. കാത്തിരിക്കേണ്ടി വരും, സീത ഓർമ്മിപ്പിച്ചു. അവൻ തലയാട്ടി. ഞാനൊരു പ്രാരാബ്ധക്കാരിയാണ്. വീണ്ടും അവൾ കണ്ണനെ നോക്കി. ഇനി നീ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളല്ലേ? അവൻ കണ്ണടച്ച് ചിരിച്ച് കാണിച്ചു. ഒരുപാട് കൊതിപ്പിച്ചിട്ട് എന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയോ? എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും സീതയ്ക്ക് ചോദിക്കാതിരിക്കാനായില്ല. കണ്ണൻ വീണ്ടും അവളെ കൈപ്പിടിയിൽ ഒതുക്കി. ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിച്ച് കളയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അവൻ്റെ നോട്ടത്തിൽ ഇല്ലേന്ന് തലയാട്ടിപ്പോയി സീത. പിന്നൊന്നും മിണ്ടാതെ രണ്ടാളും പരസ്പരം നോക്കി നിന്നു. കണ്ണൻ്റെ മുഖത്തൊരു കള്ളച്ചിരി പടർന്നു കയറിയപ്പോൾ മുഖം ചൊളിച്ചുകൊണ്ട് സീത അവൻ്റെ പിടിയിൽ നിന്നും കുതറി. എനിക്ക് അല്പം ഈണത്തിൽ കണ്ണൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ സീത ചോദ്യം പോലെ അവനെ നോക്കി കണ്ണ് ചിരിക്കി. എനിക്കുണ്ടല്ലോ, നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നു. അവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് പറഞ്ഞപ്പോൾ സീതയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അടിച്ച് പല്ല് കൊഴിക്കും ഞാൻ, അവൾ അവനിൽ നിന്നും വിട്ടുമാറാൻ കുതിറിക്കൊണ്ടിരിക്കുന്നതിനിടെ പറഞ്ഞു. കണ്ണൻ ചിരിയോടെ തലയാട്ടി. അവളുടെ പിടച്ചിൽ കണ്ടിട്ട് അവൻ കൈ വിട്ടുകൊടുത്തു. എപ്പോഴും ഈ ആനുകൂല്യം പ്രതീക്ഷിക്കേണ്ടേ കേട്ടോ. ഇനി ചോദ്യവും പറച്ചിലുമൊന്നും ഉണ്ടാവില്ല. നീ എൻ്റെയാണ്, അവൻ ഓർമ്മിപ്പിച്ചു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എൻ്റെ അനുവാദമില്ലാതെ ദേഹത്ത് തൊട്ട അതിനി ആരായാലും വിവരമറിയും. അവൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പറയുന്നത് കേട്ടിട്ട് അവൻ കണ്ണുരുട്ടി. ആത്മാർത്ഥ പ്രണയം മനസ്സിനോടാണ് കണ്ണേട്ട. അവനൊരു ചിരിയോടെ അവളെ നോക്കിയിട്ട് കുളപ്പടവിലേക്ക് ഇറങ്ങി. ഇവിടെ ഇരിക്കെ, സീതയെ നോക്കി പറഞ്ഞു. അവളും വന്നിട്ട് അവനിരിക്കുന്നതിൻ്റെ മുകളിലായുള്ള പടിയിലിരുന്നു. മഴ പെയ്തേക്കും. ആകാശത്തേക്ക് നോക്കി കണ്ണൻ പറഞ്ഞു. എങ്കിൽ പോയാലോ? സീത ചോദിച്ചു. ഇത്തിരി കൂടി കഴിയട്ടെ. ഈ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാതെ സൂക്ഷിച്ചുകൊണ്ട് നടക്കാനുള്ളതാ. അത്രയും ഭംഗിയുണ്ടതിന്. നനുത്തൊരു ചിരിയോടെ കണ്ണൻ പറയുമ്പോൾ സീതയും ചിരിച്ചു. മനസ്സിനിപ്പോൾ എന്തൊരാശ്വാസമുണ്ടെന്നറിയോ? ആ പറഞ്ഞത് 100% സത്യമാണെന്ന് അവൻ്റെ മുഖം വിളിച്ചു പറയുന്നുണ്ട്.
എൻ്റെ എൻ്റെ അമ്മയും അപ്പയും വേണമായിരുന്നു. അവർക്ക് ഒരുപാട് സന്തോഷമാവുമായിരുന്നു. ഓർമ്മകൾ അവൻ്റെ ശബ്ദത്തിന് ഇടർച്ച നൽകി. അവൻ കുറച്ച് നീങ്ങി അവൾക്കടുത്തേക്ക് വന്നിട്ട് അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. സീതയുടെ കൈകൾ അവൻ്റെ മുടിയിടകളിൽ കൂടി ഓടി നടന്നു.